ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ് 2 മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ കോൺക്ലച്ചിൻ്റെ ഡിസൈൻ പ്രൊസീജിയറായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കോൺക്ലച്ചിൻ്റെ തന്നെ ഒരു സാമ്പിൾ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കോൺക്ലച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരൊറ്റ പ്രോബ്ലത്തിൻ്റെ ആവശ്യമുള്ള കാര്യം നമ്മളൊരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഫോളോ ചെയ്യുക ആയതുകൊണ്ട് അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ പഠിച്ച ബാക്കി എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ വളരെ മിനിമം കണ്ടീഷൻസ് മാത്രം തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണിത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ എ കോൺക്ലച്ച് ടു ട്രാൻസ്മിറ്റ് 20 kW പവർ അറ്റ് എ സ്പീഡ് ഓഫ് 900 RPM. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കോൺക്ലച്ച് ആണെന്നറിയാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. നമുക്കൊന്ന് പവർ തന്നിട്ടുണ്ട്, പവർ 20 kW എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പീഡും തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കോൺക്ലച്ച് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുക? ഗിവൺ ഡേറ്റ ആദ്യം എഴുതുക. ഗിവൺ ഡേറ്റയിൽ നമുക്ക് ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് 20 kW ആണ്. യൂണിറ്റ് കൺവേർഷൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ദെൻ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 900 RPM. ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. സോ വി ആർ കാൽക്കുലേറ്റിംഗ് ദി ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ഡയമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പവറും സ്പീഡും തന്നിരിക്കുന്നത് കൊണ്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ടോർക്ക് ട്രാൻസ്മിറ്റഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതിനായിട്ട് നമ്മുടെ ഡേറ്റാ ബുക്കിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 3.3a പേജ് നമ്പർ 50. ഇത് നമ്മൾ DME 1 യൂസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. സോ T വിൽ ബി ഈക്വൽ ടു 9.55 × 10⁶ P ഡിവൈഡഡ് ബൈ N. അപ്പം ഡേറ്റാ ബുക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന. പേജ് നമ്പർ 50 എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 3.3a അതിൽ SI യൂണിറ്റ്സിൽ 9.55 × 10⁶ P ബൈ N. ഈ P വാല്യൂ നമ്മൾ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ പവർ കിലോ വാട്ടിലും സ്മോൾ n ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ക്യാപിറ്റൽ N തന്നെയാണ്. RPMൽ തന്നെയാണ് സ്പീഡ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 9.55 × 10⁶ P in kilowatt, that is 20 divided by N, that is 900. So substitute ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, so the torque will be in Newton mm, so that value will be 212.22 into 10⁻³ Newton mm. So this is the torque value. This is the torque transmitted. നമുക്ക് ടോർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? ഈ ടോർക്ക് വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. സോ ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 3.4a പേജ് നമ്പർ 50 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് നമ്മൾ നോക്കുക. നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D0 is equal to 3.4a. ഇക്വേഷൻ 3.4a പേജ് നമ്പർ 50. D0 is equal to 16t divided by pi tau d into 1/1 - k⁻⁴ the whole raised to 1/3 എന്നാണ് ഇക്വേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഹോളോ ഷാഫ്റ്റിൻ്റെ ഇക്വേഷനാണ്. കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്ത ഒരു ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ ലെക്ചേഴ്സിൻ്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ നിങ്ങൾ കയറി കേൾക്കുക. ഓക്കെ, ഇവിടെ നമുക്കറിയാം നമുക്ക് ഹോളോ ഷാഫ്റ്റ് അല്ല, സോളിഡ് ഷാഫ്റ്റ് ആണ്. സോളിഡ് ഷാഫ്റ്റിനെ സംബന്ധിച്ച് DI ഇൻസൈഡ് ഡയമീറ്റർ 0 ആണ്. ഔട്ട്സൈഡ് ഡയമീറ്റർ D0 എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ D ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ K വാല്യൂ 0 ആയിരിക്കും. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി മോഡിഫൈഡ്. ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. സോ മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോ ദ D0 now becomes capital D. So capital D will be equal to 16t divided by pi tau d the whole raised to 1/3. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള T വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിനി ടോ ഡി വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ക്വസ്റ്റ്യനിൽ എന്ത് ടൈപ്പ് ഷാഫ്റ്റ് ആണെന്നൊന്നും ക്വസ്റ്റ്യനിൽ അവർ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്പൻഡിക്സിൽ പോയിട്ട് പേജ് നമ്പർ 464 പേജ് 464 ടേബിൾ I.8 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് C40, C45, C50 3 ഡിഫറെൻറ്റ് കാർബൺ സ്റ്റീൽസ്, ഗ്രേഡിലുള്ള കാർബൺ സ്റ്റീൽസ് കാണാൻ പറ്റും. അതിൻ്റെ യൂസസിലെല്ലാം ഷാഫ്റ്റ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് C40 സ്റ്റീലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. C45 എടുക്കേണ്ടവർക്ക് C45 എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 5th കോളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിഗ്മ y ഈൽഡ് സ്ട്രെങ്ത്, ഈൽഡ് സ്ട്രെസ് നമുക്ക് കിട്ടും.
324 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞു കേട്ടോ, 324 മെഗാ പാസ്കൽ. സോ ലാസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ച പോലെ തന്നെ നമുക്ക് സിഗ്മ വൈ അറിയാമെങ്കിൽ ദെയർഫോർ ടോ വൈ കാൻ yield strength in shear is half of yield strength in tension. So that value half of 324, that becomes 162. So 162 മെഗാ പാസ്കൽ ആയിരിക്കും ടോ വൈ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ മാക്സിമം ലിമിറ്റ് അല്ലേ, ഇതാണ് മാക്സിമം ലിമിറ്റ്, ഷിയറിലെ മാക്സിമം ലിമിറ്റ്. നമ്മളെപ്പോഴും മാക്സിമം ലിമിറ്റിൽ ചെയ്തില്ല, നമ്മളൊരു അലവബിൾ ലിമിറ്റ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സോ അലവബിൾ സ്ട്രെസ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ദെയർഫോർ വിച്ച് ഇംപ്ലൈസ് ടോ ഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം yield strength A ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, yield strength A ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്കറിയത്തില്ല. സോ വി നീഡ് ടു അസ്യൂം, ഇവിടെ ഞാനപ്പം കാർബൺ മെറ്റീരിയൽ അസ്യൂം ചെയ്തു, അതുപോലെ തന്നെ അടുത്തൊരു അസംഷൻ നടത്താൻ പോവാണ്. അസ്യൂം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 4, 3 or 4. ഞാനിപ്പോൾ ഇവിടെ 4 എടുക്കുകയാണ്. അസ്യൂം ഫാക്ടർ ഓഫ് സേഫ്റ്റി 4. ദെയർഫോർ ഈ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഞാൻ ദെയർഫോർ ടു ഡി വിൽ ബി ഈക്വൽ ടു എത്ര വരും? 162 ഡിവൈഡഡ് ബൈ 4. സോ ദാറ്റ് ബിക്കംസ് 40.5 മെഗാ പാസ്കൽ ഓർ ന്യൂട്ടൺ പെർ mm². നിങ്ങൾ കാൽക്കുലേഷൻസ് നിങ്ങൾ ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പം സ്പീഡിൽ ചെയ്യുന്നതാണ്, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ വരാം. അതുകൊണ്ട് നിങ്ങളെല്ലാം മാനുവലി ഒന്ന് ചെയ്ത് നോക്കുക, കാൽക്കുലേറ്ററിലും ചെയ്ത് നല്ല സ്പീഡ് ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോഡി കിട്ടി. സോ ടോഡി കിട്ടിയെങ്കിൽ അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ടീത നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ടോഡി നമുക്ക് 40.5 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂബ് റൂട്ടാണ് എടുക്കേണ്ടത്, സ്ക്വയർ റൂട്ട് അല്ല, ക്യൂബ് റൂട്ടാണ് എടുക്കേണ്ടത്. ഓൺ സോൾവിങ് ദിസ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് ദ ഡയമീറ്റർ ആസ് 29.88 mm. ഇതാണ് നമുക്ക് ഡയമീറ്റർ കിട്ടുന്നത്. പക്ഷേ നമുക്കറിയാം നമുക്ക് ഈ ഡയമീറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡയമീറ്ററിന് എന്ത് ചെയ്യണം? സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സോ വി നീഡ് ടു സ്റ്റാൻഡർഡൈസ് ദി ഡയമീറ്റർ. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമുക്ക് ടേബിൾ ഉണ്ട്. സോ ടേബിൾ 3.5a, ടേബിൾ 3.5a പേജ് നമ്പർ 57 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഷാഫ്റ്റ് ഡയമീറ്റർ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കി നമുക്കിപ്പോൾ 29.88 ആവുന്നത്. നമുക്ക് ഇതിൽ 28 കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ് അല്ലേ. സോ ഓൺ സ്റ്റാൻഡർഡൈസിങ് വി ക്യാൻ ടേക്ക് ദി ഡയമീറ്റർ ക്യാപിറ്റൽ D, that is the shaft diameter as 32 mm. സോ ഞാൻ ഷാഫ്റ്റ് ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞാൽ ഇത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സാധാരണഗതിയിൽ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ വളരെ ഒരു സിംഗിൾ ലൈനിൽ നിന്ന് ചിലപ്പോൾ വളരെ ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഷാഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഷിയർ സ്ട്രെങ്ത് അസ്യൂം ചെയ്യാനായിട്ട് പറയാം. അലവബിൾ ഷിയർ സ്ട്രെസ് ടു ബി ദിസ് മച്ച് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പറയാൻ കാര്യം തന്നിട്ടില്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയണമല്ലോ. അറിയാത്ത കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണല്ലോ മെയിനായിട്ട് അറിയേണ്ടത്. ഇപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഒരു കാര്യം തന്നിട്ടില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്തത്. ഓക്കെ, ദെൻ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻ ഡയമീറ്റർ ഓഫ് ദി ക്ലച്ച്. മീൻ ഡയമീറ്റർ ഓഫ് ക്ലച്ച് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം മീൻ ഡയമീറ്റർ ഓഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ പേജ് 260 നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ പേജ് 260 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേജ് 260 നമുക്ക് മീൻ ഡയമീറ്റർ ഓഫ് ക്ലച്ച് ഈസ് ഇക്വേഷൻ 13.10J dm ഈക്വൽ ടു 5D to 10D. നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ നാം പ്രൊസീജിയർ പറഞ്ഞ സമയത്തെ പറഞ്ഞു യൂഷ്വലി നമ്മൾ എത്രയാണ് എടുക്കുന്നത്? DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിട്ടാണ് എടുക്കുന്നത്? 10D ആയിട്ട് എടുക്കുന്നത്. സോ യൂഷ്വലി ഇറ്റ് ഈസ് ടേക്കൺ ആസ് 10D. ഏത് ഇക്വേഷനാണ്? ഇക്വേഷൻ 13.10J പേജ് 260. So from here we can write the mean diameter of clutch as 320 mm. അപ്പോൾ നമുക്ക് എന്തായി? മീൻ ഡയമീറ്റർ ഓഫ് ക്ലച്ച് ആയി. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ മെറ്റീരിയൽ സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, മെറ്റീരിയൽ സെലക്ഷൻ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിനെ എഴുതും മെറ്റീരിയൽ സെലക്ഷൻ. മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ മ്യൂ വാല്യൂ, പ്രഷർ വാല്യൂ, ആൽഫ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽ സെലക്ഷൻ. ദാറ്റ് മീൻസ് we need to determine the mu value, p value and alpha value. Before going for finding these values, first of all നമുക്ക് ഈ ഡയമീറ്റർ വെച്ചിട്ട് ഈ ക്ലച്ച് സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സബ് സ്റ്റെപ്പുകളും ഈ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരുന്നത് അല്ലേ. അപ്പോൾ ആ സ്റ്റെപ്പ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, അതിൽ ആദ്യത്തെ പാർട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ലീനിയർ വെലോസിറ്റി. സോ കാൽക്കുലേഷൻ ഓഫ് ലീനിയർ വെലോസിറ്റി. സോ ഞാൻ ലീനിയർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാല്യൂ തന്നെയാണ് പൈ dm n/60. ഞാൻ ഇവിടെ ഒരു 1000 വിട്ട് ഞാൻ സെവറൽ ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തതാണ്. dm നമ്മൾ എന്തിലാണ് കൊടുക്കുന്നത്? mmലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂ 1000 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് പൈ ഇൻറ്റു 320 ഇൻറ്റു 900 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1000. So on substituting we will get the velocity value as 15.079 meter per second. This much is the velocity. ഇനി ഈ വെലോസിറ്റി ശരിയാ നമ്മുടെ റേഞ്ചിലാണോ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്കിംഗ് ഫോർ വെലോസിറ്റി അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എത്രയായിരുന്നു? ഇക്വേഷൻ 13.10k. Equation 13.10k, page 260. അപ്പോൾ പേജ് 260 എടുക്കുക. പേജ് 260ൽ നമ്മളുടെ ഇക്വേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വെലോസിറ്റിയുടെ റേഞ്ച് അവർ പറയുന്നത് ഇക്വേഷൻ 13.10k 30 to 25 മീറ്റർ പെർ സെക്കൻഡ് റേഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ വെലോസിറ്റി എന്താണ്? 30 to 25 ആ റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്നത് അല്ലേ. 30 less than or equal to v less than or equal to 25 meter per second ആണ് വരുന്നത്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. therefore it is safe. അപ്പോൾ അത് സേഫ് ആണ്. അപ്പോൾ ഈ ഒരു ചെക്കിങ് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെ ഒരു കോമ്പിനേഷൻ വേണം. അപ്പം സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ് സെലക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെലക്ഷന് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ അസ്യൂം ചെയ്തു എൻ്റെ ഇതെന്ന് പറയുന്നത് ലെതർ കാസ്റ്റ് ആൻഡ് കോമ്പിനേഷൻ ആണെന്ന് വിചാരിച്ചു. ലെതർ കാസ്റ്റ് ആൻഡ് കോമ്പിനേഷൻ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടേബിൾ 13.4 പേജ് 283 13.4 പേജ് 283 നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ടേബിളിൽ നിന്നും എന്ത് കിട്ടും? ആ ടേബിളിൽ നിന്നും നമുക്ക് ആ ടേബിൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ ആ ടേബിളിലേക്ക് നോക്കുക. 13.4 പേജ് 283 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെതർ കാസ്റ്റ് ആൻഡ് കോമ്പിനേഷൻ കാണാം. അവിടെ നിന്നും ഞാൻ എൻ്റെ കണ്ടീഷൻ വെറ്റ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുന്നു. ആ കണ്ടീഷനിലുള്ള മ്യൂ വാല്യൂ പി വാല്യൂ എടുക്കണം. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരു റേഞ്ചാണ് തന്നിരിക്കുന്നത്. മ്യൂ വാല്യൂക്ക് 0.12 to 0.17 എന്ന് പറഞ്ഞ എന്തോ ഒരു റേഞ്ച് തന്നിരിക്കുന്നു. അതുപോലെ പിക്ക് ഒരു റേഞ്ച്, അതായത് രണ്ടിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുന്നത്. ആവറേജ് ടേക്കിംഗ് ദി ആവറേജ് വാല്യൂസ് ഓഫ് ദി റേഞ്ച്. സോ ഞാൻ ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത് എനിക്ക് വരുന്നത് മ്യൂ വരുന്നത് 0.135 എന്ന്. ഞാൻ അത് അപ്രോക്സിമേറ്റ്ലി 0.14 എന്ന് എടുത്തു. അതുപോലെ പ്രഷറിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.18 മെഗാപാസ്കൽ എന്നായിരിക്കും വരുന്നത്. 0.18 മെഗാപാസ്കൽ. ദെൻ അപ്പോൾ നമുക്കെന്തായി? ഈ പറയുന്ന മ്യൂ വാല്യൂ പി വാല്യൂ ആയി. ഇനി എന്തുകൊണ്ട് നമുക്കിവിടെ ബാക്കി? ഇനി എന്തുകൊണ്ട്? നമുക്കിനി സെമി കോൺ ആംഗിൾ എടുക്കണം. സോ അടുത്തതെന്ന് പറയുന്നത് സെമി കോൺ ആംഗിളാണ്. സെമി കോൺ ആംഗിൾ യൂഷ്വലി നമ്മൾ പറഞ്ഞ ലെതർ മെറ്റീരിയലാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അണ്ടർ ദ ഇക്വേഷൻ 13.10d ഇക്വേഷൻ 13.10d പേജ് നമ്പർ 259 ഈ പേജ് 259 എടുക്കുക. ആ 259 ഈ ഇക്വേഷന് താഴെ 13.10d താഴെ അവർ ആൽഫ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആൽഫ വാല്യൂ നോക്കിയാൽ കോൺക്ലച്ചസ് ഫേസ്ഡ് വിത്ത് ലെതറിന് എത്രയാണ് കൊടുക്കേണ്ടത്? 12.5 ആണ്. സോ we will take the alpha value as, therefore the alpha value is taken as 12.5 degree. So ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ നമുക്ക് കംപ്ലീറ്റ് ആയി. then we are going for the fourth step. So fourth സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫേസ് വിഡ്ത്ത് കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. സോ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ഫേസ്
ഫേസ് വിഡ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഫേസ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 13.10E പേജ് നമ്പർ 260. അതിൽ നിന്ന് നമ്മൾ പവർ ഇൻ കിലോ വാട്ട്, ഞാൻ കിലോ വാട്ട് എന്നുള്ളത് എഴുതുന്നില്ല, പവർ ഇൻ കിലോ വാട്ട് ഈസ് പൈ സ്ക്വയർ മ്യൂ പി ബി പി ഡി സ്ക്വയർ എം ഇൻറ്റു എൻ ഡിവൈഡഡ് ബൈ 10⁶ കെ എൽ. സോ ഇവിടെ നമുക്ക് മ്യൂ കിട്ടി, പി കിട്ടി, ഡി സ്ക്വയർ ഡി എം അറിയാം, അതുകൊണ്ട് ഡി എം സ്ക്വയർ അറിയാം. എൻ എന്ന് പറഞ്ഞാൽ RPSലുള്ള സ്പീഡാണ്, ദാറ്റ് ഈസ് N/60 ആണ്. നമുക്ക് എൻ അറിയാം, അത്ര 900/60 എന്ന് പറയുന്ന വാല്യൂ വേണം അവിടെ ഇട്ട് കൊടുക്കാൻ. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഇൻ RPS. സോ RPS വാല്യൂ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി കെ എൽ വാല്യൂ വേണം. കെ എൽ വാല്യൂ ഞാൻ പ്രൊസീജിയർ പറഞ്ഞ സമയത്തേ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ എന്ത് ടൈപ്പ് മെഷീനറി ആണെന്നൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അസ്യൂം കെ എൽ ടു ബി എത്രയാണ് 1. Assume KL to be 1 since the machinery is not specified. So substitute the values. P നമുക്കറിയാം എത്ര, 20 is equal to pi square into mu is 0.14 into b അറിയത്തില്ല, അതുകൊണ്ട് b തന്നെ ഇട്ടു, into pressure 0.18 into 320 square into 900/60 into divided by 10⁶ into 1. So on solving this value, the b value will be obtained as B value comes around 52.35 mm. ഞാൻ അതിനെ അങ്ങ് റൗണ്ട് ഓഫ് ചെയ്യാണ്, 53 54 അങ്ങ് എടുക്കാം. ഞാൻ 55 അങ്ങ് എടുക്കുകയാണ്, റൗണ്ട് ഓഫ് ടു 55 mm. അതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. തൊട്ടടുത്ത ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുമ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഉദ്ദേശിച്ച് 50 55 60 ആ ഒരു രീതിക്ക് ഞാൻ 55 അങ്ങ് എടുത്താലും 53 എടുത്താലും 54 എടുത്താലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫേസ് വിഡ്ത്ത് എന്ത് ചെയ്യണം, ചെക്ക് ഫോർ ബി, അതൊന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് ആണോ, അത് നമ്മുടെ റേഞ്ചിനുള്ളിലാണോ വരുന്നതെന്നുള്ളത് നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ മാറ്റേണ്ടി വരും. സോ അപ്പോൾ നമുക്കറിയാം ഇത് ചെക്ക് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഏതാണ് ഇക്വേഷൻ 13.10H പേജ് 260 അനുസരിച്ചിട്ട് DM/B എന്ന് പറയുന്ന ഏത് റേഞ്ചിലാണ് വരേണ്ടത്, 4.5 to 8 എന്ന് പറയുന്ന റേഞ്ചിലാണ് വരേണ്ടത്. ഇവിടുത്തെ എൻ്റെ വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്കി. ഹിയർ എൻ്റെ വാല്യൂ എത്രയാണ്, ഹിയർ DM/B ഈക്വൽ ടു എത്ര വരും, 320 ഡിവൈഡഡ് ബൈ 55. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 5.82 എന്നാണ് വരുന്നത്. സോ ഈ റേഞ്ചിനകത്താണ് വരുന്നത്. ദെയർ ഫോർ ഇറ്റ് ഈസ് എന്തോ ആണ് സേഫ്. അപ്പോൾ എൻ്റെ ഫോർത്ത് സ്റ്റെപ്പ് എന്തായി, കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിഫ്ത്ത് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പിൻ്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡേറ്റാ ബുക്കിലില്ല, ഓർത്ത് വെച്ചിരിക്കണം. ക്ലച്ച് ഡയമീറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇന്നറും ഔട്ടറും ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കണം, ക്ലച്ച് ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് D1 ഉണ്ട്. D1 എന്ന് പറഞ്ഞാൽ എന്താണ്, DM - B sin alpha വരും. അതുപോലെ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയും, DM പ്ലസ് B sin alpha എന്ന് വരും. സോ ഇവിടെ എന്ത് വരും, 320 - 55 sin 12.5 എന്ന് വരും. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 308 mm എന്ന് വരും. ദെൻ ഹിയർ ഇറ്റ് വിൽ ബി 320 + 55 sin 12.5 എന്ന് വരും. സോ ദാറ്റ് കംസ് അറൗണ്ട് 331.8 എന്ന് വരും. ഞാൻ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 332 mm എന്ന് എഴുതി. So these are the clutch diameters. So after finding the clutch diameters, we need to determine the axial force to transmit the torque. Axial force to transmit the torque. Axial force to transmit the torque. To transmit the torque. Transmit the torque transmit ചെയ്യാൻ എത്ര ആക്സിയൽ ഫോഴ്സ് വേണമെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതും നമുക്ക് ഡേറ്റാ ബുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 13.10C പേജ് നമ്പർ 259 നോക്കുക. സോ FA വാല്യൂ വിൽ ബി ഈക്വൽ ടു പൈ ഇൻറ്റു DM ഇൻറ്റു B ഇൻറ്റു P ഇൻറ്റു സൈൻ ആൽഫ. സോ ഇവിടെ നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ വാല്യൂ ഉണ്ട്. പൈ ഇൻറ്റു DM ഈസ് 320 ഇൻറ്റു 55 ഇൻറ്റു 0.18 ഇൻറ്റു സൈൻ 12.5. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 2514.129 ന്യൂട്ടൺ എന്ന് വരും. സോ അപ്പോൾ ആക്സിയൽ ഫോഴ്സ് ആയി. അപ്പോൾ ഇനി ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ചെയ്യേണ്ടത് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി നീഡ് ടു കാൽക്കുലേറ്റ് ദ നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
സോ നോർമൽ ഫോഴ്സ് കണ്ടുപിടിക്കാനും ഇക്വേഷൻ നമുക്ക് തൊട്ട് മുകളിൽ തന്നെ കിടപ്പുണ്ട്. ഡേറ്റാ ബുക്ക് നോക്കിയാൽ 13.10a പേജ് നമ്പർ 259. From there Fn can be written as Fa divided by sin alpha. Fa divided by sin alpha. അപ്പോൾ പേജ് നമ്പർ എത്രയാണ് 259 നോക്കുക. 259 നിങ്ങൾക്ക് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 13.10c എന്ന് പറയുന്ന ഇക്വേഷൻ ആദ്യം യൂസ് ചെയ്യുന്നത്. ദെൻ 13.10a യൂസ് ചെയ്യുന്നുണ്ട്. Fa ഈക്വൽ Fn sin alpha. നോർമൽ ഫോഴ്സ് Fn ആണ്. സോ Fn കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, Fa by sin alpha എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്യുക. സോ ആ കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് ഞാനിവിടെ എൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു, നോർമൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നു. സോ ദ നോർമൽ ഫോഴ്സ് വിൽ ബി 2514.129 ഡിവൈഡഡ് ബൈ സൈൻ 12.5. സോ ദാറ്റ് വാല്യൂ കംസ് അറൗണ്ട് 9952.56 9952.55 Newton. So that is the normal force. After finding the normal force, the eighth step is to find the frictional force or the tangential force. Frictional or the tangential force. Frictional or the tangential force. Or the tangential force. അതിലും തൊട്ട് താഴെയുള്ള ഇക്വേഷൻ 13.10b 10b page 259. From there you can calculate the ft value as mu into Fn. നമ്മൾ പണ്ടേ പഠിച്ച ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് mu Fn. മ്യൂവിൻ്റെ നോർമൽ റിയാക്ഷൻ ആകുന്നതിൽ നോർമൽ ഫോഴ്സ്. സോ മ്യൂ വാല്യൂ 0.14 ആണ്. 0.14 ഇൻറ്റു Fn വാല്യൂ നമുക്കിവിടെ കിട്ടി. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ബിക്കംസ് 1393.359 Newton. So this is the tangential force. Then ninth step and the last step is the axial force to engage the clutch. Axial force required to engage the clutch. Clutch engage ചെയ്യാൻ എത്രമാത്രം ആക്സിയൽ ഫോഴ്സ് വേണം അത് കിടക്കുന്നത് ഇക്വേഷൻ 13.10g പേജ് 260. അപ്പോൾ 260 എന്ന് പറയുന്ന പേജിലേക്ക് പോവുക. 260 എന്ന് പറയുന്ന പേജിൽ ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് ദ ഫോഴ്സ് 13.10g നിങ്ങൾ കാണാൻ പറ്റും. F dash A equal to Fn sin alpha into mu cos alpha. ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഹാവ് ദ ഇക്വേഷൻ F dash A is equal to Fn into sin alpha plus mu cos alpha. എല്ലാ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. Fn ഇവിടെ ഉണ്ട്. മ്യൂ വാല്യൂ നമുക്കറിയാം 0.14 ആണ്. ആൽഫ വാല്യൂ അറിയാം 12.5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ആക്സിയൽ ഫോഴ്സ് റിക്വയർഡ് വിൽ ബി 3514.46 ന്യൂട്ടൺ. നിങ്ങൾ ന്യൂമറിക്കൽ വാല്യൂസ് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ സ്പീഡിൽ ചെയ്തതാണ്. ചെറിയ സ്ലൈറ്റ് എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. തെറ്റ് വരാതെയാണ് മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കോൺക്ലച്ചിൻ്റെ എന്തെന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സാധാരണ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നോക്കിയാൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണുള്ളത്. ഇനി ചില കേസിൽ നമുക്ക് ഇതിൽ നിന്ന് ചില പർട്ടിക്കുലർ വാല്യൂസ് മാത്രം കണ്ടുപിടിക്കാനായിട്ട് അവർ ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫൈൻഡ് ദി ആക്സിയൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രം കണ്ടുപിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും. യൂഷ്വലി നമുക്ക് 15 മാർക്സ് പ്രോബ്ലം വരുമ്പോൾ ഒരു ഡിസൈൻ പ്രൊസീജിയറായിട്ട് തന്നെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഈ ഒരു പ്രൊസീജിയർ നന്നായിട്ട് എഴുതി വെച്ച് പഠിച്ചാൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യുന്നതിന് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന്. ഈ പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ എല്ലാം ആകെ ഉള്ളത് പവറും സ്പീഡുമാണ്. അത് വെച്ചുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ അസ്യൂം ചെയ്യണം എന്നുള്ളതിൽ ഒരു ഡിസിഷൻ എടുക്കുക. സോ നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ ടെലിഗ്രാം ചാനൽ വഴിയോ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം അടുത്ത ലെക്ചറിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു ഓൾ.